മൻമോഹൻ സിംഗിന്റെ കാലത്ത് നിയോ ലിബറൽ പരിഷ്കാരങ്ങൾ തുടങ്ങിയ കാലം മുതലാണ് കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വന്നത്. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനവും വായ്പാ പരിധിയും വെട്ടിക്കുറയ്ക്കുന്നു. കൂടുതൽ ചെലവ് ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. കേന്ദ്രത്തിന്റെ നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ട തുകയുടെ അനുപാതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. വീതം വയ്ക്കേണ്ട സെസ്സും സർചാർജും മറ്റും ഉയർത്തുന്നു. കോർപ്പറേറ്റ് നികുതിയിലും മറ്റും ഇളവ് നൽകി വരുമാനം നഷ്ടപ്പെടുത്തുന്നു. ഈ സമീപനങ്ങളുടെ വ്യാധി ഇന്നും പൂർവാധികം ശക്തിയോടെ തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൊണ്ട് മാത്രം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാകില്ല എന്ന സ്ഥിതി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫെഡറൽ നയ സമീപനം പുതു നിയോ ലിബറൽ നിബന്ധനകൾക്ക് വഴിമാറിയതോടെയാണ് സംസ്ഥാനം കൂടുതൽ കടക്കണിയിലായത്. ഏതു സംസ്ഥാന സർക്കാരിന്റെയും കടം വിലയിരുത്തേണ്ടത് കടവും സംസ്ഥാനത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം നോക്കിയാണ്. 2020-21 41.35% ഈ അനുപാതം. 2023-24 37.84%. മറ്റ് പല സംസ്ഥാനങ്ങളുടെയും കടത്തിന്റെ അനുപാതം കേരളത്തെക്കാൾ കൂടുതലാണ്. കേന്ദ്രത്തിന്റെ അവഗണനയാണ് ഇതിന് പ്രധാന കാരണം. 2021-22 കേന്ദ്രത്തിൽ നിന്നുമുള്ള വിഹിതം 47,837.21 കോടി രൂപയായിരുന്നത് 2022-23 45,368.54 കോടിയായും അത് 2023-24 ആകുമ്പോഴേക്കും 33,811.18 കോടിയായും കുറഞ്ഞു. 4 വർഷത്തിനിടെ കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം 34% നിന്നും 25%. എന്നാൽ തനതു വരുമാനത്തിലുണ്ടായ വർധന കാരണം നമുക്ക് പിടിച്ചു നിൽക്കാനായി. ഈ അവസാന 3 മാസം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട തുകയും വെട്ടിക്കുറച്ചു. സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ പക്ഷപാതത്തിന്റെ തെളിവ് തന്നെയാണിത്. ഈ പരിമിതികൾക്കിടയിലും സംസ്ഥാനത്തിന്റെ ഇടപെടലിൽ ധനസ്ഥിതി മുൻ വർഷത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടുവെന്ന് ധനമന്ത്രി പറയുകയാണ്. 5 വർഷത്തിനിടെ 1,27,747 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായതായി ധനമന്ത്രി പറയുന്നു. തനതു നികുതി വരുമാനത്തിൽ 1,27,747 കോടി രൂപ അധികമായി പിടിച്ചെടുക്കാനായി. ശരാശരി പ്രതിശീർഷ തനത് നികുതി വരുമാനം 73,002 കോടി രൂപയാണ്. നികുതി ഇതര വരുമാനമായി 24,898 കോടി രൂപയോളം അധികമായി പിരിച്ചെടുക്കാനുമായിട്ടുണ്ട്. 2025-26 കാലത്തെ പ്രതിശീർഷ ചെലവാകട്ടെ 1,92,456 കോടിയായി വർദ്ധിച്ചിട്ടുമുണ്ട്.